التمسك بالأثر نجاه. സുആലു സാദിസു വസിത്തൂൻ 66-ാമത്തെ ചോദ്യം. മാ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല. അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ ഏറ്റവും പ്രിയങ്കരമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അല്ലേ, തൗഹീദും ഈമാനുമാണ് ഏറ്റവും വലുത്, അത് നമുക്കറിയാം. അതല്ല ഉദ്ദേശിക്കുക. അതല്ലാതെ അത് നമ്മൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാ? അതിനുത്തരം എന്തായാലും ജവാബ് ഉത്തരം ആദ്യത്തേത് അസ്വലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണ്. 5 നേരത്തെ നിസ്കാരം, അല്ലേ, ഫർദ് നിസ്കാരം. ആ 5 നേരത്തെ നിസ്കാരവും ആ നിസ്കാരത്തിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെ നിർവഹിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും, തൗഹീദും ഈമാനും കഴിഞ്ഞാൽ ഏറ്റവും റബ്ബിന് പ്രിയങ്കരമായ പ്രവർത്തനം എന്നുള്ളത് അതാണ്. പിന്നെ പറയുന്നത് ശ്രദ്ധിച്ചേ, പിന്നെ പറയുന്നത് എന്താ? സുമ്മ ബിർറുൽ വാലിദൈൻ. ആലോചിച്ചോക്കെ, ദീനുൽ ഇസ്ലാമിൽ നിസ്കാരം കഴിഞ്ഞാൽ 5 നേരത്തെ ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ള പ്രവർത്തനം എന്നുള്ളത് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ്. അത്രമാത്രം വലിയ ശ്രേഷ്ഠതയായിരിക്കും അതിനുണ്ടാവുക. പിന്നെ പറയുന്നത് സുമ്മൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാം. ജിഹാദ് എന്ന് പറയുമ്പോൾ പല ആളുകളും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും തീവ്രവാദ സംഘടനകളും ഒറ്റൊക്കെ ഉള്ളതുകൊണ്ട് പലർക്കും അതിനെപ്പറ്റി വലിയ ധാരണയില്ല, പല തെറ്റിദ്ധാരണകളൊക്കെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചെന്ന മഹത്തരമായ ഇബാദത്താണ് ജിഹാദ്. അതിൻ്റെ നിസ്കാരത്തിന് ശുറൂത്തുകളുള്ളതുപോലെ അതിൻ്റെ വിധിവിലക്കുകൾ പാലിക്കേണ്ടതുപോലെ തന്നെ ഒരുപാട് വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ ശുറൂത്തുകളൊക്കെ കൃത്യമായി പൂർത്തീകരിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടേണ്ട ഒരു ഇബാദത്താണ് ജിഹാദ്. അത് പല ആളുകളും ദീനിനെപ്പറ്റി അറിവില്ലാത്ത, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ മുസ്ലിമീങ്ങളുടെ വേഷത്തിലൊക്കെ പലതരത്തിൽ ജിഹാദാണെന്നും പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും, ഹറാമായ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇതാണ് ദീനിൽ ജിഹാദ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ദീനിലെ ജിഹാദ് എന്നുള്ളത് വളരെ മഹത്തരമായ ഇബാദത്താണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എല്ലാ കാലത്തും പറ്റുന്നൊരു ജിഹാദുണ്ട്. ഏത് കാലത്ത് നമുക്കിപ്പോൾ ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിലും നമുക്ക് പറ്റുന്ന ജിഹാദുണ്ട്. അത് പേന കൊണ്ടുള്ള ജിഹാദാണ്, ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്, ഇൽമു കൊണ്ടുള്ള ജിഹാദ്, ദീനിലുള്ള അറിവ് കൊണ്ടുള്ള ജിഹാദ്. അതാണ് ഏറ്റവും വാള് കൊണ്ടുള്ള ജിഹാദിനേക്കാളും ആയുധങ്ങൾ കൊണ്ടുള്ള ജിഹാദിനേക്കാളും ദീനിൽ ഏറ്റവും വലിയ ജിഹാദായി പഠിപ്പിച്ചെന്നത് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. അള്ളാഹ് ഖുർആനിൽ പറയാം, നീ ഈ ഖുർആൻ കൊണ്ട് റസൂലെ അവരോട് ഏറ്റവും വലിയ ജിഹാദ് നടത്തണം. അള്ളാഹ് കൽപ്പിക്കാം. ഖുർആൻ കൊണ്ടുള്ള ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ്. അങ്ങനെ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഇന്നത്തെ കാലത്ത് വളരെ വ്യാപകമാണ്. നിരീശ്വരവാദികൾ എന്നുള്ള പേരിലും യുക്തിവാദികൾ എന്നുള്ള പേരിലും അല്ലെങ്കിൽ എക്സ് മുസ്ലിംസ് എന്നുള്ള പേരിലും അങ്ങനെ പലതരത്തിൽ, പല രൂപത്തിൽ, പല രീതിയിൽ ഇസ്ലാമിനെതിരെ ആളുകൾ അവർക്ക് പറ്റുന്ന രൂപത്തിലൊക്കെ സംസാരിക്കുകയും തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായ അറിവ് നേടുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഈ അറിവ് കൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അവരോട് എതിരിടാൻ. അറിവില്ലാതെ നമ്മുടെ ആവേശം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഇത്തരം സന്ദർഭങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കൃത്യമായ അറിവ് വേണ്ടതുണ്ട്. ഖുർആൻ്റെ ആയത്തുകളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ സംബന്ധിച്ചും കൃത്യമായ അറിവിലൂടെയാണ് നമുക്ക് ഇത്തരം ആളുകൾക്കെതിരെ ജിഹാദ് നടത്താൻ സാധിക്കുക.